നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിരിയും ചിക്കൻ കറിയും. അതിന് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളം. ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു കൊണ്ടുവന്ന് ഈ തേങ്ങ കൂട്ടിട്ട് ഒന്ന് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇതിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് മൃദുവായ കുഞ്ഞിപ്പത്തിരിയും നല്ല മസാല ചേർത്ത ചിക്കൻ കറിയും ഒരുമിക്കുമ്പോൾ ലഭിക്കുന്ന രുചി അതുല്യമാണ്. അടുത്തത് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി കറിക്ക് ആവശ്യമായ 2 സവാള നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ 2 തക്കാളി കൂടി ഈ കറിക്ക് ആവശ്യമാണ്. ഇത് കൂടി ഒന്ന് നമുക്ക് സ്ലൈസ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കും. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് നല്ലതുപോലെ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പത്തിരിയൊക്കെ റെഡിയാക്കാം. നമുക്ക് അതിനായി നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതുപോലെ ഉരുളയാക്കിയതിന് ശേഷം അതിൻ്റെ നടുവിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഇതുപോലെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക്. ഞാനിതൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് 15 മിനിറ്റ് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കറി എന്തായി എന്ന് നോക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് പാലെടുത്ത് കൊണ്ടുവരാം. നമുക്ക് കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് തയ്യാർ ചെയ്ത് നോക്കൂ. ഇത് പ്രഭാത ഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും അനുയോജ്യമാണ്. ഈ വിഭവം വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കറിയിൽ കിടന്ന് ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം.
നമ്മുടെ മലബാർ സ്റ്റൈൽ കുഞ്ഞിപ്പത്തിരി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.